إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ഹജ്ജിൻ്റെ മാസങ്ങളിൽ, ഹജ്ജിന് തയ്യാറെടുപ്പ് നടത്തുന്ന മാസങ്ങളിൽ എണ്ണപ്പെടുന്ന ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തിലാണ്. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം ആരംഭിക്കുന്നതിന് മുൻപായി എല്ലാ വർഷവും നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ളത് പോലെ വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നീ ഉത്ബോധിപ്പിക്കുക, ഓർമ്മിപ്പിക്കുക. ഓർമ്മപ്പെടുത്തലുകൾ, ഉത്ബോധനങ്ങൾ ഈമാനുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മോട് ഉണർത്തിയതുപോലെ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ നമ്മൾ ഓർമ്മിക്കാൻ, പരസ്പരം ഓർമ്മപ്പെടുത്താൻ ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിരഞ്ഞെടുത്ത വർഷത്തിലെ മറ്റു ദിവസങ്ങൾക്കില്ലാത്ത വിധം അല്ലാഹു പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ നിശ്ചയിച്ച അനുഗ്രഹീതമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായി വന്നിട്ടുള്ള ചില ഹദീസുകളിൽ കാണാം, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലുകളാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 പകലുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവൻ തിരഞ്ഞെടുത്ത മറ്റു മാസങ്ങളിലെ ദിവസങ്ങളെക്കാൾ പ്രത്യേകത നൽകിയ ദിവസങ്ങൾ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതെ, അല്ലാഹു തിരഞ്ഞെടുത്ത ദിവസങ്ങളാണിത്. വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിവസങ്ങളാണിത്. സഹോദരങ്ങളെ, ദുനിയാവിൽ, ഈ ഭൗതിക ലോകത്ത് മനുഷ്യന്മാർ തിരഞ്ഞെടുത്ത പല ദിവസങ്ങളുമുണ്ട്. അവർ പ്രത്യേകതയും പോരിശയും കൽപ്പിക്കുന്ന ദിവസങ്ങൾ. ഇപ്പോൾ വളരെ അടുത്താണ് മദേഴ്സ് ഡേ കഴിഞ്ഞുപോയത്, മാതൃദിനമാണ് പോലും.
ആ ദിവസം പ്രത്യേകമായി മാതാക്കളെ ഓർക്കുന്നവർ, പല ദിവസങ്ങളെയും ആഘോഷമാക്കുന്നവരും തിരഞ്ഞെടുക്കുന്നവരും നമുക്കിടയിൽ ഈ ഭൗതിക ലോകത്ത് കാണാം. മനുഷ്യന്മാർ അതിനൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു, അതിനുവേണ്ടി ഒരുങ്ങുന്നു, തയ്യാറെടുക്കുന്നു, പ്രത്യേകമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇസ്ലാമിൽ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ബുദ്ധിയുള്ള ഏവർക്കും മനസ്സിലാകും, ദീനീ ബോധമുള്ള ആർക്കും മനസ്സിലാകും. പക്ഷെ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസങ്ങളോട് നമ്മൾ വെച്ചു പുലർത്തുന്ന സമീപനം എന്താണ്? നമ്മുടെ കൂറെന്താണ്? നമ്മുടെ നിലപാടെന്താണ്? അതാണ് മുസ്ലിമീങ്ങൾ ചിന്തിക്കുന്ന ഗൗരവമുള്ള കാര്യം. ഇത് അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസങ്ങളാണ് വരാൻ പോകുന്നത്, ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങൾ. അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസങ്ങൾ, ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അള്ളാഹു സത്യം ചെയ്ത ദിവസങ്ങളാണിത്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകളിൽ ആ സൂറത്തുകളുടെ പ്രാരംഭം തന്നെ അള്ളാഹു സത്യങ്ങൾ കൊണ്ട് തുടങ്ങിയതായി കാണാം. അനേകം സൂറത്തുകൾ. അത് ഖുർആനിലെ വചനങ്ങളുടെ പ്രത്യേകതയാണ്, ആയാത്തുൽ ഖസം. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്ർ ആരംഭിച്ചത് എങ്ങനെയാണ്? വൽ ഫജ്ർ, പുലരി പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. അവിടെ അള്ളാഹു സത്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത ആ 10 ദിവസങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബികളിലെ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ, അവർ സൂചിപ്പിക്കുന്നു, സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞ അള്ളാഹു സത്യം ചെയ്ത ആ 10 രാവുകൾ അത് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ തെരഞ്ഞെടുത്ത ദിവസങ്ങളാണ് ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങൾ. മൂന്നാമത്തെ പ്രത്യേകത, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ അസുലഭമായ അവസരമാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാവുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഏറ്റവും പ്രിയങ്കരമായി തീരുന്ന ദിവസങ്ങളിൽ ഈ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസങ്ങളില്ല. അതായത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ മറ്റേത് ദിവസങ്ങളിലും സുഹൃതങ്ങളും നന്മകളും ചെയ്യുന്നത് അള്ളാഹുവിന് ഇതിനേക്കാൾ ഇഷ്ടമല്ല എന്നാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിൽ ഏർപ്പെടുകയാണെങ്കിലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി യുദ്ധം ചെയ്യുകയാണെങ്കിലോ? അതും സൽക്കർമ്മമാണല്ലോ, ഇസ്ലാമിലെ ശ്രേഷ്ഠമായ സൽക്കർമ്മം. ആ കർമ്മത്തിനു പോലും ഈ ദിവസങ്ങളിൽ മറ്റു സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സായുധ പോരാട്ടം നടത്തുന്നതിനും ഈ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ പോരിശയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന ഒരു വ്യക്തി, അവൻ തന്റെ സമ്പത്തും ശരീരവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുന്നു, ഒന്നുമില്ലാതെ അവൻ തിരിച്ചു വരുന്നു. അവന്റെ സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചു, അവന്റെ ശരീരവും ബലി കഴിപ്പിച്ചു, അവൻ രക്തസാക്ഷിയായി ഷഹീദായി തിരിച്ചു വരുന്നില്ല. അങ്ങനെയുള്ളവന്റെ ജിഹാദ് മാത്രമാണ്, നോക്കൂ നിങ്ങൾ, ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ ഉന്നതമാകുന്നത്, ഉത്കൃഷ്ടമാകുന്നത്. അതല്ലാത്ത ജിഹാദിന് പോലും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠതയില്ല എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പക്ഷേ ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഈ ദിവസങ്ങളുടെ പ്രത്യേകതകൾ നമ്മൾ പരസ്പരം ഓർമ്മിപ്പിക്കാറുണ്ടോ? അള്ളാഹു തെരഞ്ഞെടുത്ത് അവൻ സത്യം ചെയ്ത സുഹൃതങ്ങൾ അനുഷ്ഠിക്കാൻ ഇതിനേക്കാൾ അനുയോജ്യമായ ജിഹാദിന് പോലും ഇതിനേക്കാൾ സ്ഥാനമില്ല. ആ ജിഹാദിൽ അവൻ ഷഹീദാകാത്തിടത്തോളം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസങ്ങൾ. ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത. നാലാമതായി, സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ ദിവസങ്ങൾക്ക് ഇത്രമേൽ ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു? എന്താണ് അതിൻ്റെ യുക്തി? എന്താണ് അതിനു പിന്നിലുള്ള കാരണം? പണ്ഡിതന്മാർ പറഞ്ഞു,
ഈ ദിവസങ്ങളിൽ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സ്തംഭങ്ങളിൽപ്പെട്ട, അള്ളാഹുവിന്റെ ദീനിൽ അവൻ നിയമമാക്കിയ ഉന്നതമായ ഉത്കൃഷ്ടമായ ആരാധനകൾ, ഇബാദത്തുകൾ സംഗമിക്കുന്ന അപൂർവമായ സംഗമം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഉമ്മഹാത്തു ത്വാആത്ത്, അള്ളാഹുവിന്റെ ദീനിന്റെ സ്തംഭങ്ങളും അടിസ്ഥാനങ്ങളുമായ അനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ. അതേ, ഹജ്ജുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹജ്ജ് നടക്കുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ. മറ്റ് വർഷത്തിലെ ഒരു മാസത്തിലും ഒരു ദിവസങ്ങളിലും അത് സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യ 9 ദിവസങ്ങൾ നമുക്ക് തുടർച്ചയായി നോമ്പെടുക്കാം, ഐച്ഛികമായ നോമ്പ് അനുഷ്ഠിക്കാം. നോമ്പ് അധികരിക്കുന്ന, ഐച്ഛികമായ നോമ്പ് മുസ്ലിമീങ്ങൾ അധികരിപ്പിക്കുന്ന മാസമാണ്. അതുകൊണ്ട് നോമ്പിന്റെ സംഗമം ഉണ്ടാകും. അതുപോലെ തന്നെ നിസ്കാരം, അതെല്ലാ ദിവസത്തും എക്കാലത്തുമുണ്ട്. അത് ഈ ദിവസങ്ങളിലുമുണ്ട്, നിസ്കാരവുമുണ്ട്. അതുപോലെ തന്നെ ബലിയുണ്ട്. ദുൽഹിജ്ജ 10 നമ്മൾ ഈദുൽ അദ്ഹക്ക് ബലിയർക്കുന്നു. ബലികർമ്മമുണ്ട്. അത് മറ്റൊരു മാസത്തിലും സംഭവിക്കുന്നില്ല. സ്വതക്ക ചെയ്യുന്നവരുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ സക്കാത്ത് കൊടുക്കുന്നവരുണ്ടാകാം. വർഷം തികഞ്ഞ് ആ മാസത്തിൽ ഓഹരി എത്തുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ മറ്റൈച്ഛികമായ ദാനധർമ്മങ്ങൾ അതെപ്പോഴും നമുക്ക് നിർവഹിക്കാം. അതിപ്പോൾ നിർവഹിക്കുന്നതിന് ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ നിർവഹിക്കുന്നതിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്, നേരത്തെ പറഞ്ഞ ഹദീസിന്റെ പൊതുവായ അർത്ഥത്തിൽ. അതുപോലെ തന്നെ തക്ബീർ, മുത്തലഖായ തക്ബീർ. ദുൽഹിജ്ജ മാസം അതിന്റെ പിറവി സംഭവിച്ചാൽ ദുൽഹിജ്ജ മാസം അതാരംഭിച്ചത് മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനം വരെ മുത്തലഖായ നിരുപാധികമായ തക്ബീർ ധാരാളമായി നമുക്ക് സമയബന്ധിതമല്ലാതെ ഒറ്റക്കും അതുപോലെ തന്നെ വീട്ടിലും പൊതുയിടങ്ങളിലും മസ്ജിദുകളിലും നമുക്ക് നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ തക്ബീറും ഖുർആൻ പാരായണം, സ്വതക്കയും സകാത്തും നോമ്പും ഹജ്ജും ബലിയുമെല്ലാം സംഗമിക്കുന്ന മറ്റു ദിവസങ്ങൾ വർഷങ്ങളിൽ, മാസങ്ങളിൽ വേറെവിടെയാണുള്ളത്? അതുകൊണ്ട് ദീനിന്റെ മഹോന്നതങ്ങളായ ആരാധനകളും സുഹൃതങ്ങളും അപൂർവമായി സംഗമിക്കുന്ന സംഗമവേളയാണ് ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങൾ. അത് മറ്റൊരു മാസത്തിലും മറ്റൊരു ദിവസങ്ങളിലും ഇല്ല എന്നതാണ്. ഇതാണ് 4ാമത്തെ പ്രത്യേകത. 5ാമതായി സഹോദരങ്ങളെ, മഹത്തായ ഹജ്ജിന്റെ ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങൾ. ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്ന് വിളിക്കപ്പെടുന്ന ദുൽഹിജ്ജയിലെ 8ാം ദിവസം. ആ ദിവസമാണ് ഹാജിമാർ തൽബിയത്ത് ചൊല്ലി ഹറാമിലേർപ്പെട്ട് അവർ മക്കയിൽ നിന്ന് മിനയിലേക്ക് സഞ്ചരിക്കുന്നത്. ഹജ്ജ് തുടങ്ങുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ 9 അറഫ ദിവസമുണ്ട്. അൽ ഹജ്ജു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭം അറഫ സംഗമം ദുൽഹിജ്ജ 9 അത് ഈ 10 ദിവസങ്ങളിലാണ്. യൗമുൻ നഹർ ദുൽഹിജ്ജ 10 ആണ്, ഈദുൽ അദ്ഹയുടെ ദിവസം, ബലിയുടെ ദിവസം. അത് ഈ ദുൽഹിജ്ജ 10 ഇങ്ങനെ ഹജ്ജിന്റെ സുപ്രധാനമായ കർമ്മങ്ങൾ നടക്കുന്ന യൗമു തർവിയയും യൗമു അറഫയും യൗമുൻ നഹറും, അതിനുശേഷം യൗമുൽ ഖർ എന്ന് വിളിക്കുന്ന ദുൽഹിജ്ജ 11, പിന്നീട് അയ്യാമു തശ്രീഖ്, ഇതെല്ലാം അതിനെ തുടർന്ന് വരുന്നു. ഇതെല്ലാം സംഗമിക്കുന്നത് ദുൽഹിജ്ജയിലെ ഈ ദിവസങ്ങളിലാണ്, ദിവസങ്ങളോടനുബന്ധിച്ചാണ്. ഇതും ഈ ദിവസങ്ങളെ ശ്രേഷ്ഠമാക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളെ കാത്തിരിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം, തയ്യാറെടുക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിൽ ആദ്യ 10 പകലുകൾ. നിങ്ങൾ അടിവരയിടണം. റമളാനിലെ പകലുകളേക്കാൾ, റമളാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ പോലും ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 പകലുകൾ ശ്രേഷ്ഠമാണ്. എന്താണ് കാരണം? നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് അതിനുള്ള കാരണം. റമളാനിലെ അവസാനത്തെ 10 രാവുകൾക്ക് മാത്രമാണ് ഈ ദിവസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളത്, പകലുകൾക്ക് പോലും ഇല്ല എന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ അശ്രദ്ധയിലാണ്, നമ്മൾ അലംഭാവത്തിലാണ്. ഈ ദുൽഹിജ്ജയിലെങ്കിലും അത് സംഭവിച്ചുകൂടാ എന്ന് ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിട്ട് എന്നെയും നിങ്ങളെയും അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് ഈ ദിവസങ്ങളിൽ നാം പ്രത്യേകമായി ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കട്ടെ, അള്ളാഹു ശ്രേഷ്ഠമാക്കി അവൻ തിരഞ്ഞെടുത്ത പോദിശയാക്കപ്പെട്ട ഈ ദിവസങ്ങളിൽ തിന്മകൾ ചെയ്യുക എന്നുള്ളത് ഏറെ ഗുരുതരമാണ്. റമളാനിൽ തിന്മകൾ ചെയ്യാൻ നാം മടിക്കും. കാരണം എന്താണ്? റമളാനിന്റെ ശ്രേഷ്ഠതയും പ്രത്യേകതയും നമുക്കറിയാം.
ആ മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കാനുള്ള അഭിവാഞ്ഛ നമുക്കുണ്ടാകും. തിന്മകളിൽ നകന്നു നിൽക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, റമളാനിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠമായ പകലുകളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകൾ. അതുകൊണ്ട് ഈ മാസത്തിൽ ഒരു ഹറാമ് പ്രവർത്തിക്കാതിരിക്കാൻ, ഒരു ഹറാമ് പോലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു തെരഞ്ഞെടുത്ത ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളിൽ അവൻ വിലക്കിയ ഹറാമുകൾ ചെയ്യുക എന്നുള്ളത് മറ്റേത് ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ഗൗരവമാണ്, ഗുരുതരമാണ്, ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്. അതുകൊണ്ട് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും ഈ ദിവസങ്ങളിൽ എന്നതുപോലെ തന്നെ ഒരു ദിവസവും നമ്മൾ ചെയ്തുകൂടാ. ഫർള് നിസ്കാരങ്ങൾ അത് ജമാഅത്തായി നിസ്കരിക്കുന്ന വിഷയത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങളിൽ അതിൽ കൂടുതൽ നമ്മൾ ജാഗരൂകരാകണം. ഐച്ഛികമായ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾ സ്ഥിരമായി അത് ഒഴിവാക്കുന്നവരുണ്ട്, വീണ്ടെടുക്കണം. അതുപോലെ തന്നെ ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം റമളാൻ വിട പറഞ്ഞതോടുകൂടി വിത്ര ഒഴിവാക്കിയവരുണ്ടാകും, വീണ്ടെടുക്കണം. ഈ ദിവസങ്ങൾ അതിനുള്ള അവസരമാണ്. നോമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുൽഹിജ്ജ് 1 മുതൽ ദുൽഹിജ്ജ് 9 വരെ തുടർച്ചയായി നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മൾ നേരത്തെ കേട്ട ഹദീസിന്റെ വെളിച്ചത്തിൽ ദുൽഹിജ്ജ് 9 വരെ തുടർച്ചയായി നോമ്പെടുക്കാം. ഐച്ഛികമായി സാധിക്കുന്നത് പോലെ നമുക്ക് നോമ്പ് വർദ്ധിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഖുർആൻ പാരായണം നമ്മൾ ഒഴിച്ചു നിർത്തിക്കൂടാ. നിത്യേനയുള്ള ദിക്റുകൾ, അദ്കാറു സബാഹ്, അദ്കാറുൽ മസാ നമ്മൾ ശ്രദ്ധിക്കണം. ദിക്റുകൾ നിരുപാധികം ചൊല്ലാൻ സാധിക്കുന്ന ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ദിവസത്തിലെ പ്രത്യേകമായ സുന്നത്താണ് തക്ബീറുൽ മുത്ലഖ്. നേരത്തെ നാം അതിന് സൂചന നൽകുകയുണ്ടായി. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, ബിർറുൽ വാലിദൈൻ എക്കാലത്തും പുണ്യമുള്ള കാര്യമാണ്. ഈ ദിവസങ്ങളിൽ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. തെറ്റിപ്പോയ ബന്ധങ്ങൾ വീണ്ടെടുക്കാൻ, വിളക്കി ചേർക്കാൻ ശ്രമിക്കുക. കുടുംബ ബന്ധം ചേർക്കുക, സഹോദര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ആദർശ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക. അവരുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ പോലും പ്രതിഫലാർഹമാണ്, അള്ളാഹുവിന്റെ പേരുള്ള സംഗമമാണ്. സലാം വ്യാപിപ്പിക്കുക, പുഞ്ചിരിക്കുക, മുസ്ലിമീങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുക സ്വതക്കയാണ്. സലാം പറയുക, മടിക്കരുത്. സലാം പറയാൻ പോലും മടി കാണിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിലാണ്. മുസ്ലിമാണെന്ന് പ്രത്യക്ഷത്തിൽ കാണുന്നവരെ ഫേസ് ടു ഫേസ് അഭിമുഖമായി കണ്ടാൽ പോലും, വഴിയിൽ കൂട്ടിമുട്ടിയാൽ പോലും ഒരു സലാം ഒന്ന് കൊടുക്കാൻ ടാക്സ് കൊടുക്കേണ്ടതുപോലെയാണ് ചിലരുടെ സലാമിനോടുള്ള പ്രവണത. ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിലെ ന്യൂജൻ കുട്ടികൾ സലാം പറയുന്ന ഇസ്ലാമിന്റെ മനോഹരമായ അഭിവാദനം അത് പ്രാർത്ഥനയാണ്, ആശംസയാണ്, അതുപോലെ തന്നെ സമാധാനമാണ്, സമാശ്വാസമാണ്. ഏതവസരത്തിലും, മരണവീട്ടിലും കല്യാണപ്പുരയിലും ഏത് സാഹചര്യത്തിലും ഒരുപോലെ നമുക്ക് അവർക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിനക്കെന്തു തടസ്സമാണുള്ളത്? നിനക്കെന്തു ചെലവാനുള്ളത്? നിനക്കെന്തു പ്രയത്നമാണുള്ളത്? അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നിന്റെ മേൽ വർഷിക്കട്ടെ. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നു മടക്കി പറയാനും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നന്മകൾ, ഇസ്ലാമിന്റെ മഹിതമായ നന്മകൾ, ഗുണങ്ങൾ, സുഹൃതങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വീണ്ടെടുക്കാൻ സാധിക്കുന്ന അസുലഭമായ അവസരങ്ങളാണ് ഈ ദിവസങ്ങളെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തക്ബീറുൽ മുത്ലഖിനെ നമ്മൾ പറഞ്ഞു. ദുൽഹിജ്ജ മാസം തുടങ്ങിയത് മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ അവസാനം വരെ, സൂര്യാസ്തമയം വരെ നിരുപാധികം സമയബന്ധിതമല്ലാതെ, കണക്കില്ലാതെ, എണ്ണമില്ലാതെ ധാരാളമായി തക്ബീറുകൾ നമുക്ക് അധികരിപ്പിക്കാം. ഇത് വിസ്മരിക്കപ്പെട്ട മരിച്ചുപോയൊരു സുന്നത്താണ്. ഇസ്ലാമിന് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പല വിഷയങ്ങൾക്കും റോട്ടിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നവർ പലപ്പോഴും ഈ സുന്നത്തിനെ കുറിച്ച് അവർക്ക് അറിയുക പോലുമില്ല. അതുകൊണ്ട് ഈ സുന്നത്തിനെ ഹയാത്താക്കാൻ നമുക്ക് സാധിക്കണം. സ്വഹാബിമാർ ദുൽഹിജ്ജ മാസം പുറപ്പെട്ടാൽ അവർ അങ്ങാടികളിൽ പോയി ഉച്ചത്തിൽ തക്ബീർ ചൊല്ലും. അങ്ങാടി മുഴുവൻ തക്ബീർ കൊണ്ട് മുഖരിതമാകും. ജനങ്ങൾ മുഴുവൻ, ജനാരവങ്ങൾ മുഴുവൻ തക്ബീർ കൊണ്ട് അവിടെ നിറക്കും എന്ന് ഹദീസുകളിൽ, ആസാറുകളിൽ നമുക്ക് സ്വഹാബികളുടെ ആസാറുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തക്ബീറിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. തക്ബീർ ചൊല്ലുമ്പോൾ നമ്മുടെ നാട്ടിൽ എപ്പോഴും എക്കാലത്തും തക്ബീർ ചൊല്ലുമ്പോൾ കാണാറുള്ള ഒരു ബിദ്അത്ത് നമ്മൾ ശ്രദ്ധിക്കണം. തക്ബീർ എന്നത് പാട്ടല്ല, അത് ഈണത്തിൽ, താളത്തിൽ, രാഗത്തിൽ സംഗീതാത്മകമായി ചൊല്ലേണ്ടുന്ന ഒരു കോപ്രായമല്ല. മറിച്ച് അത് തക്ബീർ പ്രഖ്യാപനമാണ്, ദിക്റാണ്, ഉദ്ഘോഷണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന മന്ത്രമാണ്, ദിക്റാണ്, സ്മരണയാണ്, ഉദ്ഘോഷണമാണ്. പാട്ടല്ല, ഈണമല്ല.
എന്തും ഏതും പാട്ടാക്കുന്ന, ദിക്റും ദുആയും സ്വലാത്തും പാട്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ മൗലവിമാർ ഉണ്ടാക്കിയ ബിദ്അത്താണത്. അത് ശ്രദ്ധിക്കണം. തക്ബീർ ഈണത്തിൽ, താളത്തിൽ, രാഗത്തിൽ, ഒരേ സ്വരത്തിൽ, ഒരേ എണ്ണത്തിൽ ഇങ്ങനെ ഏറ്റുപാടി ഏറ്റുപറയിപ്പിച്ച് ചൊല്ലിക്കേണ്ടതല്ല. ഇതെല്ലാവരും വ്യക്തിഗതമായി നമ്മൾ ദിക്റെടുക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ചൊല്ലേണ്ടതാണ്. മഹത്തായ ദിക്റാണ്. അതിന്റെ അർത്ഥം അറിഞ്ഞ് ചൊല്ലുക, കണക്കില്ലാതെ ചൊല്ലുക. സ്വഹാബത്ത് അവരിൽ നിന്ന് സ്ഥിരപ്പെട്ട തക്ബീറുകളിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 3 തക്ബീർ കൊണ്ട് ആരംഭിച്ചതായി കാണാം. ഇബ്നു മസ്ഊദിനെ പോലെയുള്ളവർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് 2 തക്ബീർ കൊണ്ട് ആരംഭിച്ചതായി കാണാം. അതുപോലെ തന്നെ ചില റിവായത്തുകളിൽ സഹാബിമാരിൽ ചിലർ, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ചൊല്ലിയ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ. അതുപോലെ തന്നെ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ട തക്ബീറിൽ കാണാം അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ വ അജൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്ത പദപ്രയോഗങ്ങൾ? നമ്മുടെ നാട്ടിലാകെ അറിയുന്ന ഏറ്റുപാടുന്ന തക്ബീർ ഒരൊറ്റ പദപ്രയോഗമാണ്. അതിൽ ഭയങ്കര ഐക്യമാണ് ബിദ്അത്തിൽ. പക്ഷെ സ്വഹാബത്തിനിടയിൽ സ്ഥിരപ്പെട്ട ആസാറുകളിൽ തക്ബീറിന്റെ പദപ്രയോഗങ്ങൾ ഇങ്ങനെ വ്യത്യാസമുണ്ടായത് എന്തുകൊണ്ടാണ്? അതിനൊരു ഏകീകരിച്ച രൂപമില്ല എന്നതുകൊണ്ടാണ്. എല്ലാവരും വ്യക്തിഗതമായി, ഇൻഡിവിജ്വലായി സാധിക്കുന്ന തക്ബീർ ചൊല്ലുക എന്നതാണ്. ഈണത്തിലും താളത്തിലും ഏറ്റുപറഞ്ഞും ഏറ്റുപാടിച്ചും ചൊല്ലേണ്ടുന്ന ഒരു പ്രക്രിയ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. സ്വഹാബത്തിന്റെ റിപ്പോർട്ടുകളിൽ ഇങ്ങനെയുള്ള വ്യതിരിക്തങ്ങളും വൈവിധ്യങ്ങളും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് തക്ബീർ അങ്ങനെ നമ്മൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരും ദിവസങ്ങളിൽ, ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങളിൽ അവനിലേക്ക് കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്തടുക്കാൻ സാധിക്കുന്ന ശരിയായ മുഅ്മിനീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ, ഈ ദിവസങ്ങളെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിന്റെ മനോഹരമായ ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, അൽ ഗനീമതു ബിൻതിഹാദിൽ ഫുർസതി ഫി ഹാദിഹിൽ അയ്യാമിൽ അദീമ. ഈ അസുലഭമായ സുവർണാവസരം, ഈ മഹത്തായ ദിവസങ്ങളിലെ സൗഭാഗ്യം നേടിയെടുക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ കാര്യമാണ്. ഫമാ മിൻഹാ ഇവദുൻ വലാ ലഹാ ഖിയമത്തുൻ തുമാസിലുഹാ. ഇതിനു പകരമായി വേറെ പകരമില്ല, ഇതിനു തുല്യമായ മൂല്യം ലഭിക്കുന്ന മറ്റു ദിവസങ്ങളില്ല. അൽ മുബാദറതു ബിൽ അമൽ. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ തിടുക്കം കാണിക്കുക, സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ മുന്നേറുക. വൽ അജൽ അൽ അജൽ ഖബല ഹുജൂമിൽ അജൽ. അവധി നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ്, നിങ്ങൾ ആയുസ് ഒടുങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ധൃതി കാണിക്കുക, നന്മകൾക്ക് വേണ്ടി മുന്നൊരുങ്ങുക. ഖബല അൻ യൻദമൽ മുഫർരിതു അലാ മാ ഫഅൽ. വീഴ്ചകൾ വരുത്തിയതിനെ കുറിച്ച്, തെറ്റുകൾ സംഭവിച്ചതിനെ കുറിച്ച് ഖേദമുണ്ടാകുന്നതിന് മുമ്പ് തിരിഞ്ഞു നടക്കുക. ഖബല അൻ യസ്അല റജഅത ഫയഅമല സാലിഹൻ ഫലാ യുജാബ ഇലാ മാ സഅൽ. അതേ, നഷ്ടപ്പെടുത്തിയ നന്മകൾ നിന്റെ വിധിയെത്തിക്കഴിഞ്ഞാൽ വീണ്ടെടുക്കാൻ വേണ്ടി എന്നെ ഒന്ന് മടക്കിക്കൊണ്ട, എനിക്ക് സൽക്കർമ്മങ്ങൾ വീണ്ടെടുക്കാൻ ഒരു അവസരം നീട്ടി നൽകൂ എന്ന് നീ പറയുകയും അതിനുത്തരം ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നീ വീണ്ടെടുക്കുക. ഖബല അൻ യഹൂലൽ മൗത്ത് ബൈനൽ മുഅമ്മലി വബുലൂഗുൽ അമൽ. അതേ, നിന്റെ മോഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഭംഗമേൽപ്പിച്ചുകൊണ്ട് മരണമെന്ന വിധി നിന്നെ തേടിയെത്തുകയും നിനക്ക് മോഹഭംഗമുണ്ടാക്കുകയും തിരശീലയിടുകയും ചെയ്യുന്നതിന് മുമ്പ്. ഖബല അൻ യസീറൽ മർഉ മുർതഹനൻ ഫീ ഹുഫ്റതിഹി ബിമാ ഖദ്ദമ മിൻ അമൽ. താൻ മുൻകൂട്ടി ചെയ്തു വച്ച സൽക്കർമ്മങ്ങൾക്ക്, സുഹൃതങ്ങൾക്ക് പണയക്കാരനായി 6 അടി മണ്ണിലേക്ക്, ഖബറിന്റെ മണ്ണറയിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ് നിനക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമായി, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കാനുള്ള അസുലഭ അവസരമായി നീ ഇത് ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, സാന്ദർഭികമായി വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പലപ്പോഴും ഇത് സ്വതന്ത്രമായൊരു വിഷയമായി ജുമാ ഖുത്ബക്ക്, ഇത് പ്രത്യേകമായി ജുമാ ഖുത്ബ തുടങ്ങിയത് മുതൽ അവസാനം വരെ ഇതൊരു വിഷയമായി പറയണമെന്ന് ആഗ്രഹിക്കാറുണ്ട്.
മോഹിക്കാറുണ്ട്. പക്ഷേ ഇത് കേൾക്കേണ്ടവർ എപ്പോഴും സ്ഥിരമായി ജുമാന്റെ അവസാനമാണ് വരുന്നത് എന്നതുകൊണ്ട് ഇതിന്ന് എന്തായാലും അവസാനത്തേക്ക് മാറ്റിവെക്കാമെന്നുള്ള ശ്രദ്ധയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ചയിലെ ഈ ജുമാ ദിവസത്തിലെ നമ്മുടെ ശ്രദ്ധയും അലംഭാവവും ഇനിയും അവസാനിപ്പിക്കാറായില്ലേ? വളരെ ഗൗരവത്തിൽ പറയട്ടെ, ഞാൻ ആരെയും വിമർശിക്കാനോ ആക്ഷേപിക്കാനോ ആളല്ല. നിങ്ങളെക്കാൾ ഈ മിമ്പറിൽ കയറി നിൽക്കുന്നു എന്നതിനപ്പുറത്ത് ഒരു പോരിശയും ഞാൻ എനിക്ക് കൽപ്പിക്കുന്നില്ല, അള്ളാഹു സാക്ഷിയാണ്. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് ആ ബാധ്യത നിർവഹണത്തിന്റെ ഭാഗമായി പറയട്ടെ. സ്ഥിരമായി ജുമാക്ക് നേരം വൈകി വരുന്നവർ, യാദൃശ്ചികമായി മനുഷ്യനാണ്, മാനുഷികമായ തിരക്കുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്കത് ഉദർ ബോധിപ്പിക്കാൻ ഒരു പക്ഷെ സാധിച്ചേക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ബോധിപ്പിക്കാൻ സാധിക്കാത്ത, ന്യായമില്ലാത്ത, എക്സ്ക്യൂസ് ഇല്ലാത്ത അകാരണമായ കാരണങ്ങൾ കൊണ്ട് അനാവശ്യമായി വൈകി ജുമാ ഖുതുബക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്കത് തിരുത്താൻ സമയമായില്ലേ സഹോദരങ്ങൾ? സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ, വിനയത്തോടെ ഒരു സഹോദര പ്രത്യാ ചോദിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമഅയിൽ പറഞ്ഞില്ലേ? സൂറത്തുൽ ജുമഅ എന്ന് അല്ലാഹു ഖുർആനിൽ ഒരു സൂറത്തിന് പേര് വെച്ചിരിക്കുന്നു. അത് മാത്രം മതി ജുമഅയെ നമ്മൾ പരിഗണിക്കാൻ, ശ്രദ്ധിക്കാൻ. ജുമഅ ദിവസം ആഴ്ചയിലെ മുസ്ലിമിന്റെ പെരുന്നാൾ ദിവസമാണ്, ആഴ്ചയിലെ ഈദാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. അന്നത്തെ ദിവസത്തിന് പ്രത്യേകമായ വിധിവിലക്കുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശുദ്ധി, അതുപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കൽ, ജുമഅക്ക് നേരത്തെ വരൽ, ഇങ്ങനെ തുടങ്ങി ആ ദിവസത്തെ കരുതിയിരുന്ന് ശ്രദ്ധിച്ചിരുന്ന് മുന്നൊരുക്കവും തയ്യാറെടുപ്പും നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പക്ഷേ ഇപ്പോഴും നമുക്ക് ശ്രദ്ധയില്ല. നമുക്ക് ജുമഅ ഒരു ചടങ്ങായി മാറിയിരിക്കുകയാണ്. അല്ലാഹു സൂറത്തുൽ ജുമഅയിൽ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, ഈമാനുള്ളവരെ വിളിച്ചുകൊണ്ട് പറയുന്നു, നമ്മൾ ഈമാനുള്ളവരാണെങ്കിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യണം. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ഇദാ നൂദിയ ലിസ്സലാത്ത് മിൻ യൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ ഉളറിപ്പോകുക. ഫസ്ഔ, നിങ്ങൾ സഅയ് നടത്തുക, നിങ്ങൾ ഓടിപ്പോകുക, തിടുക്കം കൂട്ടുക. വദറുൽ ബൈഅ, ദുനിയാവിന്റെ എല്ലാ ഏർപ്പാടും, കച്ചവടമാണെങ്കിൽ ഒഴിച്ചിടുക, ഉപേക്ഷിക്കുക, നിർത്തിവെക്കുക. ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നവരാണെങ്കിൽ, ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കതാണ് ഉത്തമം. വെള്ളിയാഴ്ച ദിവസം മസ്ജിദിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ, ജുമഅയുടെ സമയമായാൽ, നമുക്കറിയാം നമ്മുടെ മസ്ജിദിൽ ഫിക്സഡ് ആണ് സമയം. പലപ്പോഴും അതിനേക്കാൾ കഴിഞ്ഞിട്ട് ഖുതുബ തുടങ്ങാന്നല്ല, അതിന് മുമ്പ് സംഭവിക്കലില്ല. 12:40 നമ്മളെ സമയം ഫിക്സഡ് ആണ്, നിർണയിക്കപ്പെട്ട. നമുക്കറിയാം ആ സമയമാകുന്നു എന്നറിഞ്ഞാൽ വെള്ളിയാഴ്ച പ്ലാൻ ചെയ്ത് എല്ലാ പദ്ധതികളും അവിടെ നിർത്തിവെച്ച് എല്ലാ ഏർപ്പാടും ഒഴിവാക്കി വരാൻ നമുക്ക് എന്താണ് തടസ്സം? അള്ളാഹു പറഞ്ഞു ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടിവാ. അതാണ് നിങ്ങൾക്ക് കച്ചവടങ്ങളും നിങ്ങളുടെ ദുനിയാവിന്റെ മറ്റു ഏർപ്പാടുകൾ ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുക പറഞ്ഞു, അൽ മുബാദറതു ഇലൈഹാ വൽ ഇഹ്തിമാമു ലഹാ വജഅലുഹാ അഹമ്മൽ ഇശ്ഗാൽ, വെള്ളിയാഴ്ച ദിവസം ജുമഅയുടെ സമയമായാൽ തിടുക്കത്തോടെ, വ്യഗ്രതയോടെ അവിടേക്ക് പോകുക എന്നതും മറ്റെന്തിനേക്കാളും ജുമഅക്ക് മസ്ജിദിൽ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് എത്തുക എന്നതുമായിരിക്കണം നമ്മുടെ ഏറ്റവും മുഖ്യ വിഷയം. ഇത് നമുക്ക് സാധിക്കുന്നില്ലേ? അള്ളാഹു ഈമാനുള്ളവരെ എന്ന് വിളിച്ച വിളിക്ക് നമ്മൾ എന്തുത്തരമാണ് നൽകുന്നത്? പ്രിയമുള്ളവരെ, വെള്ളിയാഴ്ച മസ്ജിദിൽ നേരത്തെ എത്തുന്നവർക്കുള്ള പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ച ഹദീസുകളിൽ കാണാം. ഏറ്റവും ആദ്യം എത്തുന്നവർക്ക് ഒരു ഒട്ടകത്തെ ബലിയറുത്ത കൂലിയാണ്, പിന്നെ വരുന്നവർക്ക് ഒരു മാടിനെ ബലിയറുത്ത കൂലി, പിന്നെ വരുന്നൊരു കാടിനെ, പിന്നെ ഒരു കോഴിയെ ബലി നൽകിയ കൂലി, ഇനി അതും കഴിഞ്ഞ് വരുന്നവർക്ക് ഒരു മുട്ട അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്ത പ്രതിഫലം. ഇതെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ എത്തേണ്ടത്? ഈ പ്രതിഫലം ലഭിക്കാൻ നമ്മൾ എപ്പോഴാണ് എത്തേണ്ടത്? ഖതീബ് മിമ്പറിൽ കയറിയതിനു ശേഷം, ഖുതുബ തുടങ്ങിയതിനു ശേഷം. പലപ്പോഴും ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, ഈ മിമ്പറിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ എല്ലാം കാണാമല്ലോ. അതിന്റെ വെളിച്ചത്തിൽ പറയാണ്, നേരം വൈകി വന്നു, സ്ഥിരമായി നേരം വൈകി വരുന്നു, ഞാനൊന്ന് നേരം വൈകിയല്ലോ, ഖുതുബ തുടങ്ങിയല്ലോ എന്ന ഒരു പ്രയാസമില്ലാതെ ഖുതുബ ഇവിടെ നിന്ന് പറയുന്നുണ്ടാവും. അവിടെ വുളു എടുക്കുന്ന സമയത്ത് നാട്ടുവർത്താനാണ്, ചർച്ചകളാണ്, സംസാരം തീരുന്നില്ല. ഖുതുബയുടെ ശബ്ദം അങ്ങോട്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്നിട്ട് പോലും പെട്ടെന്നൊന്ന് കയറി വരാൻ നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്?
സഹോദരങ്ങളെ, ദീനിന്റെ നന്മകളോടുള്ള അലംഭാവം ഇനി എന്നാണ് നമ്മൾ അവസാനിപ്പിക്കുക? നമ്മൾ എന്തായാലും ഒരുങ്ങി പുറപ്പെട്ട് വെള്ളിയാഴ്ച തയ്യാറെടുത്ത് വരികയാണ്. ആ പ്രതിഫലം മാക്സിമം അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ നമുക്ക് എന്റെ വ്യഗ്രതയില്ലാത്ത എന്തായാലും നമ്മൾ മെനക്കെട്ട് വരികയാണ്. പരമാവധി ആ നന്മകൾ വാരിക്കൂട്ടാൻ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? സ്ഥിരമായി വൈകി വരുത്തൽ ഒന്ന് നിർത്തിക്കൂടെ? നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും സമാനമായ ഹദീസുകൾ നമുക്ക് വായിക്കാം. ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ, കാന അലാ കുല്ലി ബാബി മിൻ അബ്വാബിൽ മസ്ജിദിൽ മലായിക, അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ, മസ്ജിദുകളിൽ, എല്ലാ മസ്ജിദിനും എത്ര കവാടങ്ങളുണ്ടോ, എത്ര വാതിലുകളുണ്ടോ, ഓരോ കവാടങ്ങളുടെയും മുൻപിൽ അല്ലെങ്കിൽ ആ കവാടങ്ങളുടെ വക്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സജ്ജരായിട്ടുണ്ടാവും. അല്ലാഹുവിന്റെ മലായികത്തുകൾ യക്തുബൂനൽ അവ്വൽ ഫൽ അവ്വൽ, അവരെന്താണ് ചെയ്യുന്നത്? മസ്ജിദിലേക്ക് ആദ്യം വരുന്നവരെ അവരവരുടെ പേര് രേഖപ്പെടുത്തുമെന്നാണ്. അവരടുത്ത് റെക്കോർഡ് ഉണ്ടാവും. അവർ നമ്മുടെ പേര് വിവരം അവരുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തും. ഫഇദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിൽ കയറി, അതാ ബാങ്ക് വിളിക്കാൻ ആരംഭിച്ച് ഇമാം മിമ്പറിൽ ഇരുന്നു. ഇമാം മിമ്പറിൽ ഇരുന്നാൽ അവരവരുടെ ഏടുകൾ, അവരുടെ റെക്കോർഡ്സ് അവർ ചുരുട്ടി വെക്കും, മടക്കി വെക്കും. വജാഉ യസ്തമിഊന ദിക്ർ, എന്നിട്ട് ആ മലക്കുകൾ പോലും അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്ബോധന ഖുതുബ കേൾക്കാൻ മസ്ജിദിൽ സന്നിഹിതരാവും. ഖുതുബ മിമ്പറിൽ ഇമാം ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അള്ളാഹു ഏൽപ്പിച്ച ആ പണി അവര് നിർത്തിവെച്ച് അവർ പോലും ഖുതുബ കേൾക്കാൻ ശ്രദ്ധയോടെ സാഗൂതം ഹാജരാകുമെന്ന്. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും ഇവിടെ ഇൻഷാ അല്ലാഹ്. മലക്കുകൾ പോലും ഒരു തെറ്റിന്റെ ലാഞ്ചന പോലും ഏൽക്കാത്ത ശ്രേഷ്ഠരായ ഉന്നതരായ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മലക്കുകൾ പോലും ഇതിനോട് ഈ സമീപനം പുലർത്തുന്നുവെങ്കിൽ നമ്മളെത്ര മോശപ്പെട്ടവരാണ് ഇതിനോട് ഇത്രയും ലാഘവ ബുദ്ധി കാണിക്കുമ്പോൾ. ഞാനും നിങ്ങൾ ചിന്തിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഖുതുബ കേൾക്കുക എന്നുള്ളത് ഖതീബിന്റെ മുഖത്തേക്ക് നോക്കി ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള പോലെ സുന്നത്താണ്. സംസാരിക്കുന്നവൻ കളിക്കുന്നവനോട് മിണ്ടരുതെന്ന് പോലും പറയരുതെന്നാണ് ഹദീസുകൾ വന്നിട്ടുള്ളത്. പലപ്പോഴും ആളുകൾ ഖുതുബക്കടിയിൽ നിന്ന് സംസാരിക്കുന്നത് കാണാം. ചിലപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാൻ ഇടാൻ, ഇങ്ങനെ പല വർത്തമാനങ്ങളും. നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാത്തവനെ ചിലപ്പോൾ ഉറങ്ങലട എന്ന് പറയും. അതുപോലും പറയാൻ പാടില്ല എന്നാണ്. അത്രമേൽ ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. ഖതീബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ പോലും സുന്ന. ചില ആളുകളുടെ ഖുതുബയുടെ സദസ്സിലുള്ള സമീപനവും ശരീരഭാഷയും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നങ്ങ് കഴിച്ചിലായി മുള്ളും ഇരിക്കുന്ന പോലെയാണ്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് മിമ്പറിൽ നിൽക്കുമ്പോൾ നമുക്ക് അനുഭവമുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുണ്ടെങ്കിൽ തിരുത്താനും വീഴ്ചകൾ പരിഹരിക്കാനും ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങളിലെ പോരിശ മുൻനിർത്തി നമ്മുടെ അബദ്ധങ്ങൾ അത് തിരുത്തി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ഇത് സഹായകമാകട്ടെ. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ആരെയും പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടോ ദേഷ്യം കൊണ്ടോ ആക്ഷേപിക്കാനോ വിമർശിക്കാനോ വേണ്ടി പറഞ്ഞതല്ല. ഈ മിമ്പറിന്റെ ബാധ്യതാ നിർവഹണത്തിന്റെ ഭാഗമായി ഗൗരവമുള്ള ഒരു കാര്യം സൂചിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.